السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. الإمام البخاري رحمه الله الأدب المفرد എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ അടുത്ത ബാബു ഫദ്ലി സിയാറ, മുസ്ലിമീങ്ങൾ പരസ്പരം സന്ദർശിക്കുന്നതിൻ്റെ, സിയാറത്ത് നടത്തുന്നതിൻ്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്ന, പരസ്പരം ഒരു മുസ്ലിം മറ്റൊരു സഹോദരനെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ബാബിലെ ഹദീസുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു, സന്ദർശിക്കുന്ന സമയത്ത് സന്ദർശിക്കുന്ന വ്യക്തിയാണെങ്കിലും അതിഥിയാണെങ്കിലും ആതിഥേയനാണെങ്കിലും നല്ല വസ്ത്രവും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ധരിച്ചുകൊണ്ടാവുക എന്നുള്ളത്. ഈ ബാബിലെ ആദ്യത്തെ ഹദീസ് عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال زار رجل أخا له في قرية. ഒരു വ്യക്തി ഒരിക്കൽ തൻ്റെ മുസ്ലിമായ ഒരു സഹോദരനെ സന്ദർശിക്കാൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. فأرسل الله له ملكا على مدرجته. അവൻ പോകുന്ന വഴിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ നിയോഗിച്ചു. ഫഖാല, അങ്ങനെ മലക്ക് ആ വ്യക്തിയോട് ചോദിച്ചു, അയ്ന തുരീദു, നീ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നിന്റെ ഉദ്ദേശം, എന്താണ് നിന്റെ ലക്ഷ്യം? ഖാല, അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അഖൻ ലീ ഫീ ഹാദിഹിൽ ഖറിയ, ഈ ഗ്രാമത്തിൽ എൻ്റെ ഒരു സഹോദരനുണ്ട്, ആ സഹോദരനെ സന്ദർശിക്കാനും സഹോദരന്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ മലക്ക് ചോദിച്ചു, ഹൽ ലഹു അലൈക മിൻ നിഅമത്തിൻ തറുബ്ബുഹാ, നിങ്ങൾ തമ്മിൽ അവൻ എന്തെങ്കിലും നിന്നെ ഏൽപ്പിച്ചിട്ടോ നീ അവനെ ഏൽപ്പിച്ചിട്ടോ, കച്ചവട ബന്ധമോ സാമ്പത്തിക ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നീ പോകുന്നത്, അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ചോദിച്ചു. ഖാല, അപ്പോൾ വ്യക്തി മറുപടി പറഞ്ഞു, ലാ ഇന്നി ഉഹിബ്ബുഹു ഫില്ലാ, ഇല്ല, അങ്ങനൊന്നും ഞങ്ങളുടെ ഇടയിലില്ല, ഞാൻ അവനെ അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നു എന്ന് മാത്രം. ഖാല, അപ്പോ മലക്ക് അറിയിച്ചു, ഫഇന്നി റസൂലുള്ളാഹി ഇലൈക്, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നിലേക്ക് അയച്ച റസൂലാണ് ഞാൻ, അഥവാ ദൂതനാണ്. അന്നല്ലാഹ അഹബ്ബക കമാ അഹ്ബബ്തഹു, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നീ അവനെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആ മലക്ക് ആ വ്യക്തിയെ അറിയിക്കാം. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഔസഖു ഉറൽ ഈമാൻ എന്നാണ്. ഈമാനിന്റെ ഏറ്റവും ബലവത്തായിട്ടുള്ള കെട്ട് എന്നുള്ളതാണ് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് നമ്മളൊരു സഹോദരനോടുള്ള ഇഷ്ടം, സ്നേഹം അയാളുടെ സമ്പത്ത് കണ്ടിട്ടല്ല, അയാളുടെ സൗന്ദര്യം കണ്ടിട്ടല്ല, അയാൾ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന നേട്ടം കൊണ്ടല്ല, അയാൾക്ക് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കഴിവ് കൊണ്ടല്ല, അങ്ങനെ ഒന്നും കൊണ്ടല്ല. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഒരാൾ ഇഷ്ടപ്പെടാം. പക്ഷെ അതൊന്നുമല്ലാതെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ചില ഗുണങ്ങൾ അയാളിലുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ അയാളിലുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈമാനിന്റെ ഉന്നതമായ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്, അങ്ങനെ ആ ഇഷ്ടത്തിന്റെ പേരിൽ മാത്രം തന്റെ സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി വേറൊരു നാട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക് പോയൊരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ നിയോഗിച്ചുകൊണ്ട് അറിയിക്കുന്ന സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ, നീ നിന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് പോലെ, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ള വാർത്ത അറിയിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നതിന്റെ പ്രാധാന്യം, അതായത് വേറൊന്നും നമുക്ക് തടസ്സാവാൻ പാടില്ല, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം അത് മാത്രം. രണ്ട്, ആ സ്നേഹത്തിന്റെ പേരിൽ
പരസ്പരം സന്ദർശിക്കാൻ വേണ്ടി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ദൂരത്തേക്കോ അങ്ങനെയൊക്കെ പോകുന്ന ആ ഒരു ലക്ഷ്യത്തിൽ വേണ്ടി മാത്രം, വേറെ ഒന്നുമില്ല, വേറൊരു നേട്ടമില്ല, കച്ചവടമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണമിടപാടോ വേറെ എന്തെങ്കിലും ലാഭമോ ഒന്നുമില്ല, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നതിന്റെ പേരിൽ മാത്രം സന്ദർശിക്കാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുന്നതിന്റെ പ്രാധാന്യവും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. മുസ്ലിമീങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതും ആ സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പരസ്പരം സമ്മാനം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സലാം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതുപോലെ പല കാര്യങ്ങളും. അടുത്ത ബാബ്, ബാബുർ റജുലി യുഹിബ്ബു ഖൗമൻ വലമ്മാ യൽഹഖ് ബിഹിം. ഒരു വ്യക്തി അവനൊരു കൂട്ടരെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ആ കൂട്ടരോടൊപ്പം എത്തിയിട്ടില്ല, ആ കൂട്ടരോടൊപ്പം എത്തുന്ന അവസ്ഥയിൽ അവന് ഉണ്ടായിട്ടില്ല, ആ കൂട്ടരോടൊപ്പമല്ല, പക്ഷെ ആ കൂട്ടരെ അവൻ ഇഷ്ടപ്പെടുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. عن أبي ذر أبو ذر الغفاري رضي الله عنه ذلكയാണ് قلت يا رسول الله أبو ذر رضي الله عنه പറയാണ്, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, الرجل يحب القوم ولا يستطيع أن يلحق بعملهم. റസൂലെ, ഒരു വ്യക്തി അവനൊരു കൂട്ടരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു കൂട്ടരെ കുറച്ച് ആൾക്കാർ നല്ല സ്വാലിഹ്യങ്ങളായിട്ടുള്ള ആളുകൾ അവന് ഇഷ്ടമാണ്, പക്ഷെ അവര് ചെയ്യുന്നത് പോലെ അമലുകൾ ചെയ്യാൻ തന്നെ സാധിക്കുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ അവര് ചെയ്യുന്ന അത്ര അമലുകൾ ചെയ്യാൻ ഇവനെ കൊണ്ട് സാധിക്കുന്നില്ല, ഇവനെ കൊണ്ട് അത് എത്തുന്നില്ല. അങ്ങനെ ഒരാളുടെ അവസ്ഥ എന്താ ചോദിച്ചു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത യാ അബൂദർ മഅ മൻ അഹ്ബബ്ത. അബൂദർ, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്നവരോടൊപ്പമാണ് നീ എന്ന് പറഞ്ഞു. ഖുൽതു, അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ സമയം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത യാ അബൂ ദർ. അബൂ ദർ, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് എന്ന് പറഞ്ഞു. ഇതിൽ അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഒപ്പം എത്തി റസൂലിന്റെ ഒപ്പം എത്തി എന്നുള്ളതിലല്ല, പക്ഷേ ആ ഒരു സ്നേഹം, ആ ഒരു ഇഷ്ടം അതുകൊണ്ട് നേടിയെടുക്കുന്ന ഒരു പദവിയാണ്. അതായത് ചില ആളുകൾക്ക് ചിലപ്പോ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ചില സ്വാലിഹ്യങ്ങളുടെ ഒപ്പം എത്താൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷേ ആ സ്വാലിഹ്യങ്ങളെ ഇഷ്ടപ്പെടുന്നത് മുഖേന അങ്ങനെയുള്ള ആളുകളോട് ഇഷ്ടം വെച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. വെറുതെ ഇഷ്ടം കൊണ്ട് മാത്രം ഒരാൾ അവിടെ എത്തൂല. ഇപ്പൊ പറയുകയാണെങ്കിൽ പിന്നെ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതോട് അള്ളാഹു തആല പറഞ്ഞ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാനാണ്. ആ ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടുന്നവനെ അനുസരിക്കുന്ന ആളായിരിക്കും ഇയാള്. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരാൾ പറയുന്നുണ്ട്, ആ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം എന്താ? സത്യമാണോ? അല്ല, കളവാണ്. എന്നാൽ ഈ ഒരു പ്രവർത്തനം പരിശ്രമിക്കുന്നതോടൊപ്പം എന്നാൽ അത്ര സ്വാലിഹ്യങ്ങളെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എത്താൻ സാധിച്ചിട്ടില്ല, പക്ഷെ ആ സ്വാലിഹ്യങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് അവരുടെ ഒപ്പം എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ഷാഫിഈന്റെ വളരെ പ്രശസ്തമായ ചില ബൈത്തുകളുടെ ആശയമുണ്ട്. വഹിബ്ബുസ് സ്വാലിഹീന ലസ്തു മിൻഹും. സ്വാലിഹീങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ അവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ല, എന്നാൽ ഞാൻ ആ ഇഷ്ടം കൊണ്ട് അവരോടൊപ്പം എത്തിച്ചേരാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബൈത്തുണ്ട്. ഇമാം ഷാഫിഈ നല്ല സ്വാലിഹായ വ്യക്തിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ തവാദു കൊണ്ട് പറഞ്ഞ വാചകങ്ങളാണ്. അപ്പൊ ഈ ഹദീസിന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠം, നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രധാനമായും നാം ചിന്തിക്കണം. ഇന്ന് പ്രത്യേകിച്ച് യുവാക്കളിലും കൗമാരക്കാരിലും ഒക്കെ കാണുന്നത് അവർ വേറെ ഏതെങ്കിലും മേഖലയിലുള്ള, ഉദാഹരണത്തിന് പറഞ്ഞ കളിക്കാരെയോ അല്ലെങ്കിൽ മറ്റേ നടന്മാരെയോ അങ്ങനെയുള്ള ആളുകളെ, അയാൾ കാഫിറായിരിക്കും, ഫാസിഖായിരിക്കും, തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും, അത് പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും, എന്നാലൊക്കെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നൊന്നും ചിന്തിക്കാതെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ കാണാം. ഭയപ്പെടണം. കാരണം അവരോടൊപ്പം ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഫിരീങ്ങളെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫാസിഖീങ്ങളെയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാളെ അവരോടൊപ്പം ആവും പറഞ്ഞാൽ എവിടെയാവുക? നരകാവകാശിയായിട്ടാണ് തീരുക. അപ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ നാം ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഗൗരവത്തിൽ നാം പരിശോധിക്കണം. അത് സ്വാലിഹ്യങ്ങളുമായിട്ടാണ് നമുക്ക് ആ ഇഷ്ടം ഉണ്ടാവേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോടും റസൂലിനോടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ സഹാബികളോടുള്ള ഇഷ്ടവും, സഹാബികളോടും സലഫ് സ്വാലിഹ്യങ്ങളോടുള്ള ഇഷ്ടവും. ഇതേ ആശയത്തിലുള്ള മറ്റൊരു ഹദീസാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. عن أنس بن مالك رضي الله عنه. أنس بن مالك رضي الله عنه പറയാണ്, أن رجلا سأل النبي صلى الله عليه وسلم فقال يا نبي الله متى الساعة. ഒരിക്കൽ
ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, മതസ്സാഅ, എപ്പോഴാണ് അസ്സാഅ എന്ന് ചോദിച്ചു. അസ്സാഅ എന്നുള്ള പദത്തിന് 3 അർത്ഥത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നെന്താണ്, നമുക്കറിയുന്ന അന്ത്യനാൾ എന്നുള്ള അർത്ഥത്തിൽ. 2, ഓരോ വ്യക്തിയുടെയും മരണത്തിന് അസ്സാഅ എന്ന് പറയും. 3, ഒരു ഖബീല, ഒരു സമൂഹം, അതിന്റെ മൊത്തം അവസാനിക്കുന്നതിന് അസ്സാഅ എന്ന് പറയും. അപ്പൊ ഈ വ്യക്തി ചോദിച്ചത് 2 അർത്ഥത്തിലായിരിക്കാം. ഒന്ന് അന്ത്യനാൾ എന്നാണ്, അല്ലെങ്കിൽ തന്റെ മരണം എന്നാണ് എന്ന അർത്ഥത്തിലായിരിക്കും. എന്തായാലും ഒരു അവസാനത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. ഫഖാല വമാ അഅദത്ത ലഹാ, നീ അതിനു വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചു. അന്ത്യനാളാവട്ടെ, ആ വ്യക്തിയുടെ മരണമാവട്ടെ, ആ ഒരു സമയത്തേക്ക് എന്താണ് നീ ഒരുക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ ആ വ്യക്തി പറഞ്ഞു, മാ അഅദത്തു മിൻ കബീരിൻ, ഞാൻ വലുതായിട്ടൊന്നും ഒരുക്കിയിട്ടില്ല. വലിയ കർമ്മങ്ങളോ അല്ലെങ്കിൽ വലുതായിട്ട് എന്തെങ്കിലും ചെയ്തതോ എന്ന് എന്റെ അടുക്കലില്ല. ഇല്ല അന്നി യുഹിബ്ബുല്ലാഹ വ റസൂലഹു, നിർബന്ധമായ കർമ്മങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ഞാൻ ഒരുക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരു വ്യക്തി അവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവനോടൊപ്പം ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ സംഭവം പറഞ്ഞിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ റഅയ്തുൽ മുസ്ലിമീന ഫരിഹു ബഅദൽ ഇസ്ലാം അശദ്ദ മിമ്മാ ഫരിഹു യൗമഇദിൻ. ഇത് കേട്ടപ്പോൾ, ഈ വാക്ക് കേട്ടപ്പോൾ മുസ്ലിമീങ്ങൾ ഇസ്ലാമിന് ശേഷം ഇതുപോലൊരു വാക്കിനേക്കാൾ സന്തോഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. അതായത് പല ആളുകളോടൊപ്പവും ഇപ്പൊ നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒപ്പമോ ഉമർ റളിയല്ലാഹുവിന്റെ ഒപ്പമോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എത്തിച്ചേരാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ട് അത് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീമിലായിട്ടുള്ള, അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ള, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളെ പറ്റി പറയുമ്പോൾ പറഞ്ഞ എന്താ, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ അള്ളാഹു നിഅമത്ത് ചൊരിഞ്ഞ കൂട്ടരുടെ ഒപ്പമായിരിക്കും, സിദ്ദീഖീങ്ങളെയും ശുഹദാക്കളെയും സ്വാലിഹീങ്ങളുടെയും. അപ്പൊ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ തീർച്ച ഒരാൾക്ക് മറ്റൊരാളോടുള്ള ഇഷ്ടം സത്യസന്ധമാണ് എങ്കിൽ ആ ഇഷ്ടപ്പെടുന്നവനെ അനുസരിക്കുക എന്നുള്ളത് ആ സ്നേഹിക്കുന്നവന് ചെയ്യുന്ന കാര്യമായിരിക്കും. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവൻ അള്ളാഹിനെ അനുസരിക്കും, അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവൻ അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കും. അപ്പൊ വെറും ഇഷ്ടം കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്ഥാനത്ത് എത്തിച്ചേരുന്നത് അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളോടൊപ്പവുമാണ്. മുസ്ലിമിൽ ഇതേ ഹദീസിന്റെ റിവായത്തിൽ ഇത്ര കൂടി കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅന ഉഹിബ്ബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ ഉമർ. അനസ് ഇബ്നു മാലിക് പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. വഅർജു അൻ അകൂന മഅഹും, കാരണം ഞാൻ ആഗ്രഹിക്കുന്നു അവരോടൊപ്പം എത്താൻ. ബിഹുബ്ബി ഇയ്യാഹും, അവരോടുള്ള എന്റെ ഇഷ്ടം കൊണ്ട്. വൈലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം, അവർ ചെയ്ത കർമ്മത്തിന്റെ അത്ര ഞാൻ ചെയ്തിട്ടില്ല എങ്കിലും ആ ഇഷ്ടം കൊണ്ട് അവരോടൊപ്പം എത്തിച്ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്ക് ആരോടാണ് ഇഷ്ടമുള്ളത് എന്നുള്ളത്. അള്ളാഹുവിനെയും റസൂലിനോടുള്ള ഇഷ്ടം നമുക്ക് സത്യസന്ധമാണെങ്കിൽ തീർച്ച അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന അവരിഷ്ടപ്പെടുന്ന ഗുണങ്ങളുള്ള ആളുകളോടായിരിക്കും നമുക്ക് ഇഷ്ടം ഉണ്ടാവുക. അതല്ലാതെയുള്ള ആളുകളോടായിരിക്കില്ല നമുക്ക് നമ്മുടെ ഖൽബിൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ പരലോകത്ത് എത്തിച്ചേരുക. അത് കാഫിറുകളോ ഫാസിഖീങ്ങളോ അതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളിൽ മുഴുകുന്ന ആളുകളാണെങ്കിൽ അവരോടൊപ്പമായിരിക്കും. സ്വാലിഹീങ്ങളോ അള്ളാഹുവിനെ അനുസരിക്കുന്നവരോ തഖ്വയുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവരോടൊപ്പമായിരിക്കും. ബാബു ഫദ്ൽ കബീർ, അടുത്ത ബാബ് പ്രായമായവരുടെ മഹത്വം, അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ, ആ കാര്യങ്ങൾ. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال من لم يرحم صغيرنا ويعرف حق كبيرنا فليس منا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, من لم يعرف صغيرنا من لم يرحم صغيرنا, ആരാണോ നമ്മളിൽ ചെറിയവരോട് അഥവാ മുസ്ലിമീങ്ങളിൽ ചെറിയവരായിട്ടുള്ള ആളുകളോട് കാരുണ്യം കാണിക്കാത്തത്, വയഅരിഫ് ഹഖ്ഖ കബീരിന,
പ്രായമായവർക്ക് നൽകേണ്ട അവകാശങ്ങളെ കുറിച്ച് അറിവില്ലാത്തത്, അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകാത്തത് ഫലൈസ മിന്നാ, അവർ നമ്മിൽപ്പെട്ടതല്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള ആ മാതൃകയിൽപ്പെട്ടതല്ല കുട്ടികളോട് കാരുണ്യം കാണിക്കാതിരിക്കുന്നതും പ്രായമായവരോട് അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നൽകാതിരിക്കുന്നതും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരെന്താണ്? അവര് മുക്കല്ലിഫീങ്ങളല്ല, അവര് നാളെ വിചാരണ ചെയ്യപ്പെടുന്ന കൂട്ടരല്ല. പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നാളെ വിചാരണ ഉള്ള അവസ്ഥയിൽ തക്ലീഫ് ഇല്ല അവർക്ക്. അതുപോലെ തന്നെ പ്രായമായ ആളുകൾ ഇസ്ലാമിലായിക്കൊണ്ട് ഒരാൾ നരബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. കാരണം അത്രയും കാലം അവരുടെ ഇബാദത്തുകൾ, അതുപോലെ തന്നെ അത്രയും കാലം അള്ളാഹുവിനെ അനുസരിച്ച് നിന്നത്, അങ്ങനെയുള്ള ഇസ്ലാമിലായിക്കൊണ്ട് ആ ഒരു പ്രായത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ രണ്ട് കൂട്ടർക്കും അവരുടേതായി നൽകേണ്ട കുറച്ച് അവകാശങ്ങളുണ്ട്. പ്രായമായവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും ആദരവുമുണ്ട്, കുട്ടികളോട് കാണിക്കേണ്ട കാരുണ്യവുമുണ്ട്. എന്നിട്ട് അങ്ങനെ കാണിക്കാത്ത ആളുകളെ പറ്റി പറയാണ് ഫലൈസ മിന്നാ, അവർ നമ്മിൽപ്പെട്ടവനല്ല. അതായത് മുസ്ലിം അല്ല എന്നുള്ളതല്ല, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാതയിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച രീതിയിലല്ല എന്നുള്ളത്. ഈ ഒരു ഹദീസിനെ നമ്മളൊരു അമലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ വരെ വലിയ മാറ്റം ഉണ്ടാവും. പലപ്പോഴും കുടുംബത്തില് സഹോദരന്മാര് തമ്മില്, അല്ലെങ്കിൽ ഉപ്പയും മക്കളും തമ്മില്, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ഉണ്ടാവും. കുടുംബത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഈ ഹദീസ് അനുസരിച്ച് അമലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സഹോദരന്മാരിൽ മൂത്ത ആളുകൾ താഴെയുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന അവസ്ഥയുണ്ടാകും, മൂത്തവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കാണിക്കുന്ന അവസ്ഥയുണ്ടാവും. മാതാപിതാക്കളും മക്കളും തമ്മിൽ മാതാപിതാക്കൾ മക്കളോട് കാരുണ്യം കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവും. മക്കൾ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നവരുണ്ടാകും. വല്യപ്പയും അതുപോലെയുള്ള ആളുകളുടെ എല്ലാ മേഖലയിലും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ലൊരു സ്വഭാവം ഉണ്ടാകാൻ, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാരണമാകുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ് എന്നുള്ളത്. മല്ലം യർഹം സഗീറന വലം യഅരിഫ് ഹഖ്ക കബീരിന ഫലൈസ മിന്നാ. ഫലൈസ മിന്നാ എന്ന് ചെറിയ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഹ്ജിലല്ല, ആ ഒരു മാതൃകയിലല്ല എന്ന് പറയുമ്പോൾ അത് ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അടുത്ത ഹദീസുകളൊക്കെ ഇതേ ഹദീസിന്റെ വേറെ ഒന്ന് രണ്ട് റിവായത്തുകളാണ്. ഒന്ന് അൻ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് യബ്ലുഗു ബിഹി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ലം യർഹം സഗീറന വയഅരിഫ് ഹഖ്ക കബീരിന. മറ്റൊരു റിവായത്തിൽ യുവഖിർ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക, ഗാംഭീര്യം കൊടുക്കുക, പ്രായമാർക്ക് കൊടുക്കേണ്ട ആദരവ് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ കൊടുക്കാതിരിക്കുന്നവരും കബീറന ഫലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. അതിന്റെ മറ്റൊരു റിവായത്തിൽ അൻ അബി ഉമാമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ലം യർഹം സഗീറന വയുജില്ല കബീറന ഫലൈസ മിന്ന. പ്രായമായവർക്ക് കൊടുക്കേണ്ട ആദരവ് കൊടുക്കാതിരിക്കുക എന്നുള്ളവർ അതൊക്കെ നമ്മിൽപ്പെട്ടവനല്ല എന്ന അതേ ഹദീസിന്റെ വേറെ ലഫ്സുകൾ കാണാം. അപ്പോൾ പ്രായമായ ആളുകൾക്ക്, നമ്മേക്കാൾ പ്രായമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലോ അങ്ങനെയൊക്കെ എത്തിയിട്ടുള്ള ആളുകൾക്ക്, നരബാധിച്ച ആളുകൾക്ക്, പ്രായം കൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ആദരവ് കൊടുക്കണം. അടുത്ത ബാബു ഇജ്ലാലിൽ കബീർ, പ്രായമായവരെ ആ ഒരു എന്താണ് പറയാ, ഇജ്ലാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ബഹുമാനവും ആദരവും മഹത്വവും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. عن الأشعري وهو أبو موسى الأشعري رضي الله عنه ذكر قال أبو موسى الأشعري رضي الله عنه برنو قال مرفوعا النبي صلى الله عليه وسلم برنو إن من إجلال الله إكرام ذي الشيبة المسلم. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുന്നതിലും അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യം കൊടുക്കുന്നതിലും പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഒന്ന്, നരബാധിച്ച ആളുകൾക്ക് അഥവാ പ്രായം കൊണ്ട് നരബാധിച്ച ആളുകൾക്ക് അവരെ ആദരിക്കുക എന്നുള്ളത്. രണ്ട്, വഹാമിൽ ഖുർആൻ ഗൈറിൽ ഗാലി ഫീഹി വലൽ ജാഫി അൻഹു. ഖുർആൻ എടുത്തിട്ടുള്ള, ഖുർആൻ ഹിഫ്ളുള്ള, അതുപോലെ തന്നെ ഖുർആൻ അല്ലാതെ അതിന്റെ ആശയങ്ങളെ പഠിച്ചിട്ടുള്ള ഇൽമുള്ള, ഇൽമിനെ ഖുർആൻ എന്നുള്ള പദത്തിൽ ഹദീസുകൾ ഉപയോഗിക്കാറുണ്ട്. ഇൽമുള്ള ആളുകളെ, ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകളെ, അങ്ങനെ ദീനിയായിട്ട് അറിവുള്ള ആളുകളെ, അതിര് കവിയുകയോ അഥവാ ആ ആളുകൾ അതിര് കവിഞ്ഞിട്ടില്ല, അതിന് കൊടുക്കേണ്ട വില കൊടുക്കാതിരുന്നിട്ടില്ല, ഇഫ്രാത്തും തഫ്രീത്തും ഇല്ലാതെ അതിനെ കൊണ്ടു നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയും. രണ്ട്, വ ഇക്റാമ ദിസ് സുൽത്താനിൽ മുഖ്സിത്, നീതിമാനായിട്ടുള്ള ഭരണാധികാരിയെയും. മൂന്നാളുകൾ.
ഈ 3 കൂട്ടരെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് കൊടുക്കുന്ന മഹത്വത്തിൽപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞത്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. 3 കൂട്ടർ, ഒന്ന് നമ്മുടെ ഭാവവുമായി ബന്ധപ്പെട്ട് പ്രായമായി നരബാധിച്ചിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് അവരെ ആദരിക്കുക, അവർക്ക് ഇക്റാം ചെയ്യുക, അവർക്ക് കൊടുക്കേണ്ട ചില സ്ഥാനങ്ങളുണ്ട്, അവർക്ക് കൊടുക്കേണ്ട ചില ആദരവുകളുണ്ട്, അവർക്ക് കൊടുക്കേണ്ട ചില ബഹുമാനങ്ങളുണ്ട്. ആ രീതിയിൽ അവർക്ക് നൽകുക എന്നുള്ളത്. 2, ഇൽമുള്ള ആളുകൾ, ഖുർആൻ പഠിച്ചിട്ടുള്ള, ഖുർആനിൽ അറിവുള്ള, അല്ലാതെ ദീനിയായ അറിവുള്ള, ശർഈയായ അറിവുള്ള, അങ്ങനെയുള്ള ആലിമീങ്ങളെയും ഹാഫിളീങ്ങളെയും ഖുർആൻ പാരായണം ചെയ്യുന്നവരെയും പണ്ഡിതന്മാരെയും എല്ലാം അവർക്ക് കൊടുക്കേണ്ട ഒരു ആദരവ് കൊടുക്കുക എന്നുള്ളത്. അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ചില ബഹുമാനമുണ്ട്. അവർ അള്ളാഹുവിന്റെ ദീന് ഖുർആൻ അവർ കൈകാര്യം ചെയ്യുന്നവരാണ്, അവർ ഇൽമുള്ളവരാണ്, അവർ ഖുർആൻ പഠിച്ചിട്ടുള്ളവരാണ്, അവർക്ക് കൊടുക്കേണ്ട ഒരു ആദരവ്. 3-മത്തേത് നീതിമാനായിട്ടുള്ള ഭരണാധികാരി. ഭരണം നടത്തുന്നതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ അനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ആ രീതിയിൽ അതിക്രമമില്ലാതെ ഭരണാധികാരം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ആളുകൾ, അതാണ് സുൽത്താനുൽ മുഖ്സിത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ആളുകൾ, ആ ആളുകളെ, ഭരണാധികാരികളെയും ആദരിക്കുക, അവരെ ബഹുമാനിക്കുക എന്നുള്ളത് ഈ 3 കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൊടുക്കുന്ന ആദരവിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ മഹത്വത്തിന്റെ ഭാഗമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശ്രമിക്കുക, നമ്മൾ അമലാക്കുക. അതിൽ പെട്ടതാണ് പ്രായമായവർക്ക് കൊടുക്കേണ്ട ആദരവ്, അതുപോലെ അറിവുള്ളവർക്കും, അതുപോലെ തന്നെ ഭരണാധികാരികൾ, നീതിമാന്മാരായ ഭരണാധികാരികൾക്കും. അടുത്ത ബാബു യബ്ദഉൽ കബീർ ബിൽ കലാമി വസ്സുആൽ. ആദ്യം ആരംഭിക്കേണ്ടത് പ്രായമുള്ള ആളുകളാണ്. എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിലും, എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലും സംസാരിക്കേണ്ടത് ആദ്യം സംസാരിക്കേണ്ടത്. ഇപ്പോൾ പല ആളുകളുണ്ട് വിചാരിക്കുക, കുട്ടികളുണ്ട്, വലിയ ആളുകളുണ്ട്. അപ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആദ്യം സംസാരിക്കേണ്ടത് ആരാണ്? പ്രായമുള്ള ആളുകളായിരിക്കും. ചിലതൊന്നും അറിയാത്ത ചില കുട്ടികളെ കാണാം, പ്രായമുള്ള ആളുകൾ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ആ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യും? അവരാദ്യം എന്തെങ്കിലും കാര്യം പറയാൻ തുടങ്ങുന്ന അവസ്ഥ. അങ്ങനെ പാടില്ല. നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവരാണ് ആദ്യം സംസാരിക്കേണ്ടത്. ആ ഒരു സംഭവം പറയുന്ന ഒരു ഹദീസാണ്. അതൊരു ഒരു ഒരു ചരിത്ര സംഭവമാണ്. ആദ്യം ഹദീസ് വായിക്കാം, എന്നിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. عن رافع بن خديج وسهل بن أبي حثمة أنهما حدثاه أن عبد الله بن سهل ومهيسة بن مسعود أتيا خيبر. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ സഹൽ എന്ന സ്വഹാബിയും മുഹയ്യിസത്ത് ബിൻ മസ്ഊദ് ഇബ്നു മസ്ഊദ് എന്ന മകനായിട്ടുള്ള മുഹയ്യിസത്തും കൂടിയിട്ട് ഒരു ഖൈബറിലെത്തി. ഖൈബർ ഇസ്ലാം ജയിച്ചതിന് ശേഷം ജൂതന്മാർ അവിടെ ജിസിയ തന്ന് ജൂതന്മാർ താമസിക്കുന്നുണ്ട്. അങ്ങനെ അവർ കച്ചവട ആവശ്യാർത്ഥോ അല്ലെങ്കിൽ വേറെ എന്തോ റിസ്ക് നേടിയിട്ടോ ഒരു ഖൈബറിലേക്ക് പോയതാണ് ഈ 2 ആളുകൾ. ഫതഫറഖാ ഫിന്നഖൽ. അവരങ്ങനെ ഒരു ഈന്തപ്പന തോട്ടത്തിലോ അല്ലെങ്കിൽ വേറെ മരങ്ങൾക്കിടയിലോ പെട്ട് അവർ 2 പേരും പിരിഞ്ഞുപോയി. 2 പേരും ഒപ്പം പോയതായിരുന്നു. അവിടെ എത്തിയിട്ട് പരസ്പരം കാണാതെ പിരിഞ്ഞുപോയ അവസ്ഥ ഉണ്ടായി. ഫഖുതില അബ്ദുല്ലാഹ് ബിൻ സഹൽ. പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് അബ്ദുല്ലാഹ് ബിൻ സഹൽ എന്തായി? കൊല്ലപ്പെട്ടു. ഇവര് കുറച്ചാളുകൾ പോയിട്ടുണ്ടായിരുന്നു, ഈ 2 പേരും ഒപ്പം പോയി, അവര് വേർതിരിഞ്ഞു. പിന്നെ അബ്ദുല്ലാഹ് ബിൻ സഹലിനെ കൊല്ലപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. ഇതിന്റെ വേറെ റിവായത്തിൽ ഒരു കിണറ്റിലോ അല്ലെങ്കിൽ അരുവിയിലോ അങ്ങനെ എവിടെയോ അബ്ദുല്ലാഹ് ബിൻ സഹലിനെ കൊല്ലപ്പെട്ട അവസ്ഥയിൽ ലഭിക്കേണ്ടായി. فجاء عبد الرحمن بن سهل ومحيسة بن مسعود إلى النبي صلى الله عليه وسلم. അപ്പോൾ ഇങ്ങനെ ഈ സംഭവം ഉണ്ടായപ്പോ ഈ അബ്ദുല്ലാഹ് ബിൻ സഹലിന്റെ സഹോദരനായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ സഹലും അതുപോലെ ഒപ്പം ഉണ്ടായിരുന്ന മുഹയ്യിസ ഉണ്ടല്ലോ, മുഹയ്യിസത്തിന്റെ സഹോദരനായിട്ടുള്ള ഹുവയ്യിസത്തും കൂടിയിട്ട് ഇവര് 3 പേരും കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഫതകല്ലമു ഫി അംരി സാഹിബിഹിം. അപ്പൊ ഇവര് ഒപ്പാണ് പോയത്. അപ്പൊ ഒപ്പുണ്ടായിരുന്ന ആള് ഇങ്ങനെ കൊല്ലപ്പെട്ടു, എന്താ സംഭവം എന്നുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഫബദഅ അബ്ദുറഹ്മാൻ വകാന അസ്ഗറൽ ഖൗം. ആ 3 ആളുകളിൽ അബ്ദുറഹ്മാൻ ബിൻ സഹൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. പക്ഷെ ഈ സംഭവം പറയാൻ തുടങ്ങിയത് അബ്ദുറഹ്മാൻ ബിൻ സഹലാണ്. കാര്യം പറയാൻ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയപ്പോ ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കബ്ബിറിൽ കുബ്ര. ആദ്യം പ്രായമുള്ള ആള്, മൂത്ത ആള് പറയട്ടെ എന്ന് പറഞ്ഞു. അതായത് 3 ആളുകളുണ്ട്. അപ്പൊ ആ ഉണ്ടായ സംഭവം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി, അതിൽ പ്രായം കുറഞ്ഞ ആള് പറഞ്ഞു തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കബ്ബിറിൽ കുബ്ര. കബ്ബിർ അങ്ങനെ അൽ കുബ്ര അങ്ങനെ പല ഇതിൽ വന്നിട്ടുണ്ട്. അതായത് പ്രായമുള്ളവർ ആദ്യം ആരംഭിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
قال يحيى رواية റായി പറയാണ് ലിയലിൽ കലാം അൽ അക്ബർ ഫതകല്ലമു ഫി അംരി സാഹിബിഹിം, അങ്ങനെ പ്രായമുള്ള ആള് സംസാരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരാ കാര്യം പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതസ്തഹിഖൂന ഖതീലകും ഔ ഖാല സാഹിബുകും ബിഐമാനി 50 മിൻകും. ഇവർ അൻസാരികൾപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർ ചോദിച്ചു, ആ സംഭവം പറയത്, ആ സംഭവം പറഞ്ഞാലേ ക്ലിയർ ആവുള്ളൂ. അതായത് ഇങ്ങനെ ഖൈബറിൽ കൊല്ലപ്പെട്ടു പറഞ്ഞല്ലോ, ഖൈബറിൽ അന്ന് താമസിക്കുന്ന ആളുകൾ ആരാണ്? ജൂതന്മാരാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ അൻസാരികളുടെ കൂട്ടത്തിലാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു സഹൽ എന്ന് പറയുന്നത്. അപ്പൊ അവരെ കൂട്ടത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരെന്താ ആരോപിച്ചു? അബ്ദുല്ലാഹ് ഇബ്നു സഹലിനെ കൊന്നത് ആരാണെന്ന് ആരോപിച്ചു? ജൂതന്മാരാണെന്ന് ആരോപിച്ചു. ജൂതന്മാർ പറഞ്ഞു ഞങ്ങളല്ല കൊന്നത്, അവരെന്നെയാണ് കൊന്നത്. ജൂതന്മാരും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ രണ്ടു കൂട്ടരുടെ ഇടയിലും പ്രശ്നം ഉണ്ടായി. അപ്പൊ പ്രശ്നം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കും, അൻസാരികളോട് പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങളിൽ പെട്ട 50 ആളുകൾ സത്യം ചെയ്ത് പറയാൻ ജൂതന്മാരാണ് കൊന്നത് എന്ന് അള്ളാഹുവിന് സത്യം ചെയ്ത് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ ചോദിച്ചു. കാലു, അപ്പൊ അൻസാരികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അംറും ലം നറഹു, റസൂലേ ഞങ്ങൾക്ക് എങ്ങനെ സത്യം ചെയ്ത് പറയാൻ പറ്റുക, ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താണ്ടായത്? ആ സഹാബി കുറച്ച് കാണാതായിട്ട് പിന്നെ കാണുന്നത് എന്താണ്? ആ സഹാബിനെ കൊല്ലപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. അപ്പൊ ആരാ കൊന്നത് കണ്ടിട്ടില്ല, ആരോപണം മാത്രമേ ഉള്ളൂ, അവരാകാൻ സാധ്യത എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതുബ്രിഉകും യഹൂദ് ബിഐമാൻ 50 മിൻഹും. പക്ഷേ യൂതന്മാരെന്തിനു തയ്യാറാണ്? അവർ 50 പേര് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ അവർ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ യൂതന്മാരിൽപ്പെട്ട 50 ആളുകൾ, അതായത് ഇത് ഖാസമ എന്ന് പറയും. ഖാസമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരു സമ്പ്രദായമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടു കൂട്ടർ, ആ രണ്ടു കൂട്ടരുടെ ഇടയിൽ എന്തെങ്കിലും ശത്രുത പറയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് എങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും കൂട്ടത്തിലെ ഒരാള് ആരാണ് ആള് എന്നറിയാതെ, കൊന്നത് ആരാണ് എന്നറിയാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കൂട്ടർ മറ്റേ ആൾക്കാർ എന്ത് പറയും? അവരാണ് കൊന്നു എന്ന് പറയും. മറ്റേ ആൾക്കാർ ഞങ്ങളല്ല എന്ന് പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ വാദിക്കുന്ന ആളുകൾ ആരാണോ ആരോപിക്കുന്നത് അവർ പറയണം 50 ആളുകൾ അള്ളാഹു സത്യം ചെയ്ത് പറയണം അവരാണ്. ഇനി 50 ആളില്ല, 10 ആളില്ലെങ്കിൽ ഒരാൾ 5 തവണ വെച്ചിട്ട് 50 തവണ പറയണം. 2 ആളുകളില്ലെങ്കിൽ ഒരാൾ 25 തവണ വെച്ചിട്ട് 2 ആൾ പറയണം അവരാണ് ചെയ്തത് എന്നുള്ളത്. മറ്റേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേലെയുള്ളത് അവരെന്ത് ചെയ്യണം? ഞങ്ങളല്ല ചെയ്തത് എന്ന് അവിടെ 50 ആൾ പറയണം. 50 ആളില്ലെങ്കിൽ 10 ആളിൽ പിന്നെ പറയണം. കാരണം ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർക്ക് എന്ത് കിട്ടണം? ഒന്നുകിൽ ഖിസാസ് നടപ്പിലാക്കണം, കൊന്ന ആളെ തിരിച്ചു കൊല്ലണം. അതല്ലെങ്കിൽ ഇവർക്ക് എന്ത് കിട്ടണം? ദിയ കിട്ടണം, ബ്ലഡ് മണി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണിത്. അപ്പൊ ഇങ്ങനെ വിഷയം ഉണ്ടായപ്പോ അൻസാരികൾക്ക് ഇത് കണ്ടിട്ടില്ല, അവർക്ക് ഉറപ്പില്ല. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. എന്നാൽ ജൂതന്മാര് പറഞ്ഞു ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങൾ അതിന് ഒഴിവാണ്. ജൂതന്മാര് പറയുകയും ചെയ്തു. അങ്ങനെ ജൂതന്മാർ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ അൻസാരികൾ പറഞ്ഞു, ഖാലു യാ റസൂലല്ലാഹ് ഖൗമുൻ കുഫാറുൻ, അവര് കുഫാറുകളാണ്, അവരുടെ സാക്ഷി എങ്ങനെ സ്വീകരിക്കുക? ഇത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന് ശേഷവും ഇങ്ങനത്തെ സന്ദർഭത്തിൽ ആ കാര്യം അനുഭവിച്ചിട്ടുണ്ട്. അവര് കുഫാറുകളാണ്, അവരുടെ സാക്ഷി എങ്ങനെ സ്വീകരിക്കുക? അങ്ങനെ ഫവദാഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖിബലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമ്പാദ്യത്തിൽ നിന്നോ ബൈത്തുൽ മാലിന്റെ സമ്പത്തിൽ നിന്നോ 100 ഒട്ടകങ്ങളെ അബ്ദുല്ലാഹ് ഇബ്നു സഹലിന്റെ കുടുംബത്തിന് എന്ത് കൊടുത്തു? ദിയയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് എടുത്തു കൊടുക്കുകയാണ് ഉണ്ടായത്. സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫദ്റക്തു നാഖത മിൻ തിൽകൽ ഇബിൽ ഫദഖൽതു മിർബദൻ ലഹും ഫറഖവത്നി ബിരിജ്ലിഹാ. അതായത് ആ ഒട്ടകത്തിനെ ഞാൻ ഒട്ടകങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരൊട്ടകം എന്റെ കാലിൽ ചവിട്ടുകയുണ്ടായി എന്നെ അതിന്റെ കാലുകൊണ്ട് ചവിട്ടുകയുണ്ടായി എന്ന് പറയാം. അതായത് കൊടുത്തു. 100 ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിയയായിട്ട് കൊടുക്കുകയുണ്ടായി. അപ്പോ ഈ ഹദീസിൽ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത് സംസാരിക്കുമ്പോൾ ആര് സംസാരിക്കുക? പ്രായമുള്ള ആള് ആദ്യം സംസാരിക്കാൻ അറിയിക്കാനാണ്. പക്ഷേ ഈ ചരിത്രം മൊത്തം കൊടുത്തു, ഈ സംഭവം മൊത്തം കൊടുത്തു എന്ന് മാത്രം. ഖാസമ എന്നു പേരുള്ള ദീനിൽ അറിയപ്പെട്ടിട്ടുള്ള ഇങ്ങനെ രണ്ടു കൂട്ടരുടെ ഇടയിൽ എന്തെങ്കിലും ശത്രുത നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ആരെങ്കിലും കൊല്ലപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ പരസ്പരം പറയുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇതിൽ ആ സംഭവം പറയാൻ തുടങ്ങിയപ്പോൾ പ്രായം കുറഞ്ഞ ആള് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കബ്ബിറിൽ കുബ്റ, പ്രായമുള്ള ആള് ആദ്യം പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പൊ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മളാണെങ്കിലും നമ്മളെക്കാൾ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം അവരാണ് സംസാരിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ അത് പറഞ്ഞ് പഠിപ്പിക്കുകയും വേണം.
അടുത്ത ബാബ് ബാബു ഇദാ ലം യതകല്ലം അൽ കബീർ ഹൽ ലിൽ അസ്ഗരി അൻ യതകല്ലം. ഇത് അടുത്തൊരു കാര്യമാണ്. അതായത് ഇങ്ങനെ പ്രായമായവരും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ പ്രായമായ ആളുകൾ ഒന്നും പറയുന്നില്ല എങ്കിൽ കുട്ടികളായിട്ടുള്ള പ്രായം കുറഞ്ഞ ആളുകൾക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായം കുറഞ്ഞ ആൾ തുടങ്ങിയപ്പോൾ എന്ത് പറഞ്ഞു? പ്രായം കൂടിയ ആളോട് ആദ്യം പറയാൻ പറഞ്ഞു. ഇനി പ്രായം കൂടിയ ആളുകൾ ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയുന്നില്ല, ആ സമയത്ത് പ്രായം കുറഞ്ഞ ആളുകൾക്ക് പറയാൻ പറ്റുമോ ഇല്ലേ? അതാണ് ഈ ബാബിന്റെ തലക്കെട്ട്. അതിൽ കൊടുത്തിട്ടുള്ള ഹദീസ് عن ابن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് അഖ്ബിറൂനി ബിശജറത്തിൻ മസലുഹാ മസലുൽ മുസ്ലിം തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ ലാ തുഹത്ത വറഖുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നിങ്ങളൊരു വൃക്ഷത്തെ പറ്റി പറഞ്ഞു തരണം. സ്വഹാബികൾ കുറച്ച് ആളുകളുണ്ട്. അപ്പോ ചോദിച്ചു, എനിക്കൊരു വൃക്ഷത്തെ പറ്റി നിങ്ങൾ പറഞ്ഞു തരണം. ആ വൃക്ഷത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? ഒരു മുസ്ലിമിന്റെ ഉപമ പോലെയാണ് ആ വൃക്ഷം എന്ന് പറഞ്ഞാൽ. എല്ലാ സമയത്തും അതിൽ നിന്ന് അതിന്റെ കായ്ക്കനികൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ അതിന്റെ ഇല കൊഴിയുകയുമില്ല, ഇല കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇങ്ങനെ ഒരു ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് ഫവഖഅ ഫീ നഫ്സി അൻ-നഖല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, എന്റെ മനസ്സിൽ വന്നു അത് നഖലത്താണ്, ഈന്തപ്പന മരമാണ് ആ മരം എന്ന് എനിക്ക് തോന്നുന്നു എന്ന് എന്റെ മനസ്സിൽ വന്നു എന്ന് പറഞ്ഞു. ഫകരിഹ്തു അൻ അതകല്ലം. എന്നിട്ട് അദ്ദേഹം പറയാം, അൻ അതകല്ലമ, സംസാരിക്കാൻ എനിക്ക് തോന്നിയില്ല, എനിക്ക് സംസാരിക്കാൻ ഒരു തടസ്സമുണ്ടായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വസമ്മ അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ് ഉപ്പയുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പൊ ഇവരൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടായില്ല, ഞാൻ വേണ്ടാന്ന് വെച്ചു. ഫലമ്മ ലം യതകല്ലമ, ഈ രണ്ടുപേരും ഒന്നും പറയാതിരുന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. അതൊന്നും പറയാതിരുന്നപ്പോ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ അൻ-നഖലതു, അത് ഈന്തപ്പന മരമാണ് എന്ന് പറഞ്ഞു. കാരണം ഈന്തപ്പന മരം ഒന്ന് അറബികൾക്ക് ഏറ്റവും പരിചയമുള്ളതാണ്, രണ്ട് അതുകൊണ്ട് എപ്പോഴും അവർക്ക് ഗുണം ലഭിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈന്തപ്പനകൾ കിട്ടുന്നു. അതുപോലെ തന്നെ അതിന് ഉണങ്ങിപ്പോയി കഴിഞ്ഞാലും അതിന്റെ തടി കൊണ്ട് അവർ വീടുണ്ടാക്കാനും അതുപോലെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു. അതിന്റെ ഓല അതുപോലെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു. അതിന്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി ഉപയോഗിക്കുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ അത് ഈന്തപ്പന മരമാണെന്ന് പറഞ്ഞു. ഫലമ്മ ഖറജ്തു മഅ അബി, അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ആ സദസ്സിൽ നിന്ന് ഞാൻ എന്റെ ഉപ്പാന്റെ ഒപ്പം പോന്നപ്പോൾ, ഉമർ റളിയല്ലാഹുവിന്റെ ഒപ്പം പോന്നപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, യാ അബത്തി, എന്റെ ഉപ്പ, വഖഅ ഫീ നഫ്സി അൻ-നഖല, എനിക്ക് തോന്നിയിരുന്നു എന്റെ ഉള്ളില് അത് ഈന്തപ്പന മരമാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ മനഅക അൻ തഖൂലഹാ, എനിക്ക് പറയാൻ എന്താ തടസ്സം ഉണ്ടായത്? അത് എനിക്ക് പറയാറുന്നില്ലേ ചോദിച്ചു. ലൗ കുൻത ഖുൽതഹാ കാന അഹബ്ബ ഇലയ്യ മിൻ കദാ വകദാ, നീ അത് അവിടുന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് ഇന്ന കാര്യത്തിനേക്കാൾ സന്തോഷമാകുമായിരുന്നു. കാരണം റസൂലുള്ളാഹി ചോദ്യം ചോദിച്ചിട്ട് ആ ഉപ്പാന്റെ മുമ്പിൽ വേറെ ആർക്കും കിട്ടാതിരിക്കുമ്പോൾ മകൻ പറയാറുമ്പോ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ട് ഉപ്പാക്ക് എന്തുണ്ടാവും? ഒരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമായിരിക്കും. ഉപ്പാക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. എനിക്ക് സന്തോഷമാകുമായിരുന്നു പറഞ്ഞു. ഖാല, അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മനഅനി ഇല്ലാ ലം അറക വലാ അബൂബക്കർ തകല്ലംതുമാ ഫകരിഹ്തു, എനിക്ക് എന്നെ തടഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളോടെ സംസാരിക്കാനുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമായില്ല, എനിക്കത് നല്ലൊരു കാര്യമായി തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒന്ന് മുസ്ലിമിനോട് ഉപമിച്ചിട്ടുള്ള ഈന്തപ്പന മരം എന്നുള്ളത്, ഒരു മരം എന്നുള്ളത് ഈന്തപ്പന മരമാണ് എന്ന് അല്ലാഹു തആല ഖുർആനിലും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സൂറത്ത് ഇബ്രാഹിമിലൊക്കെ കാണാം, കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാ, ത്വയ്യിബായിട്ടുള്ള വൃക്ഷം, അതിന്റെ വേര് അടിയുറച്ചു നിൽക്കുന്നതും അതിന്റെ ചില്ലകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതും, തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ, എല്ലാ സമയത്തും അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം അത് അതിന്റെ കായ്ക്കനികൾ തന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാവവുമായി ബന്ധപ്പെട്ട വിഷയം, മൂത്തവർ നമ്മളെക്കാൾ പ്രായമുള്ള ആളുകൾ സംസാരിക്കാതിരിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആളുകൾക്ക് അവിടെ സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്.
ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ആ പ്രായമുള്ള ആൾ ഉപ്പാക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു ബഹുമാനം കാരണത്താൽ ഒന്നും സംസാരിക്കാതെ പോന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്താ, നിനക്ക് പറയാമായിരുന്നില്ലേ എന്നാണ്. അപ്പൊ പ്രായമായ ആളുകൾ പറയുന്നില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് എങ്കിൽ എന്തു ചെയ്യാം? കുട്ടികൾക്ക്, പ്രായം കുറഞ്ഞവർക്ക് അവിടെ പറയാവുന്നതാണ്. എന്തെങ്കിലും വിഷയം ചോദിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പ്രായം കുറഞ്ഞവർക്ക് പ്രായമായവർ മിണ്ടാതിരിക്കുമ്പോൾ അവർ പറയുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പറയൽ അനുവദനീയമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ പറയാൻ പറ്റും, മൂത്തവർ പറയുന്നില്ല എങ്കിൽ. അടുത്ത ബാബ് തസ്വീദിൽ അക്കാബിർ, പ്രായമായവരെ നേതൃത്വത്തിൽ വെക്കുക എന്നുള്ളത്. പ്രായമായവർക്ക് നേതൃത്വത്തിൽ വെക്കുക എന്നുള്ളത്, നേതാവാക്കുക എന്നുള്ളത്. عن حكيم بن قيس بن عاصم أن أباه أوصى عند موته بنيه فقال حكيم بن قيس بن عاصم അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പ ഖൈസ് ഇബ്നു ആസിം മരണസമയത്ത് മക്കളെ എല്ലാം വിളിച്ചു വരുത്തി കൊടുത്തൊരു വസിയത്ത്, അതിനെപ്പറ്റി പറയാണ്. ആ വസിയത്തിന് സമയത്ത് പ്രത്യേകിച്ചും ഉപ്പമാർ മക്കൾക്ക് മരണസമയത്ത് വസിയത്ത് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ചെയ്ത പോലെ പല സഹാബികളും ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ. അങ്ങനെ ഈ സഹാബി മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വസവ്വിദു അക്ബറക്കും, നിങ്ങളിൽ പ്രായമുള്ള ആളുകളെ നിങ്ങൾ എന്തായിരിക്കണം, പ്രായമുള്ള ആളെ നിങ്ങൾ നേതാവാക്കണം. ഫൈനൽ ഖൗമ ഇദാ സവ്വദു അക്ബറഹും ഖലഫു അബാഹും, നിങ്ങൾ ഒരു കൂട്ടർ അവരിൽ ഏറ്റവും പ്രായമായവരെ നേതാവാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉപ്പാന്റെ അനന്തരാവകാശിയെ വെക്കുക എന്നുള്ളതാണ്. ഇത് പ്രത്യേകിച്ചും മക്കളുടെ വിഷയത്തിൽ ഉദ്ദേശിച്ചതായിരിക്കും, അതിൽ പ്രായമുള്ളവരെ നേതാവാക്കുക എന്നുള്ളത്. വൈദാ സവ്വദു അസ്ഗറഹും അസ്റാ ബിഹിം ദാലിക ഫി അക്ഫാഇഹിം, പ്രായം കുറഞ്ഞ ആളെയാണ് നേതാവാക്കുന്നത് എങ്കിൽ ഒപ്പമുള്ള മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ അതൊരു താഴ്ന്ന അവസ്ഥയായിട്ടാണ് അവർ കാണുക, അവരത്ര നല്ലൊരു കാര്യമായിട്ട് കാണൂല. എന്നിട്ട് മക്കളോട് പറഞ്ഞു, വഅലൈക്കും ബിൽമാൽ വസ്തിനാഇഹി, നിങ്ങൾ സമ്പത്തിനെ സൂക്ഷിച്ചു വെക്കുക, നിങ്ങൾ സമ്പത്ത് സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അത് ക്രയവിക്രയം ചെയ്യുക, അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും നല്ല രീതിയിൽ അത് സൂക്ഷിക്കുകയും ചെയ്യുക. ഫഇന്നഹു മൻബഹതും ലിൽ കരീം, സമ്പത്തുണ്ടാവുക എന്നുള്ളത് മാന്യതയുള്ള ആളുകൾക്ക് ഒന്നുകൂടി പ്രതാപം നൽകുന്ന, ഇജ്ജത്ത് നൽകുന്ന ഒരു പദവിയായിട്ടുള്ള കാര്യമാണ്. വയുസ്തഗ്നാ ബിഹി അനിൽ ലഈം, അതുപോലെ തന്നെ ആക്ഷേപകരിൽ നിന്ന്, സമ്പത്തില്ലാതെ ആളുകൾ ആക്ഷേപിക്കുന്നതിനെ തൊട്ട് നിരാശനാകുന്ന കാര്യവുമാണ്. വയ്യാക്കും വമസ്അലത്തന്നാസ്, ജനങ്ങളോട് ചോദിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക, സമ്പത്തും കാര്യങ്ങളൊക്കെ ജനങ്ങളോട് ചോദിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നഹാ മിൻ ആഖിരി കസ്ബിർ റജുൽ, ഒരു മനുഷ്യന്റെ അവസാന സമ്പാദ്യമായിരിക്കണം ഒരാളോട് ചോദിക്കുക എന്നുള്ളത്. അതായത് വേറൊന്നും ലഭിക്കാനില്ല, വേറൊന്നുമില്ല, ആ അവസ്ഥയിൽ മാത്രമേ വേറൊരാളുടെ മുമ്പിൽ ചോദിക്കാൻ പാടുള്ളൂ. എന്നിട്ട് പറഞ്ഞു, വഇദാ മുത്തു ഫലാ തനൂഹു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫഇദാ മിത്തു ഫലാ തനൂഹു, നിങ്ങൾ നിയാഹത്ത് ചെയ്യരുത്, അഥവാ നെഞ്ചത്തടിച്ച് കവളത്തടിച്ച് ഉറക്കെ നിലവിളിച്ച് കരയരുത്. ഫഇന്നഹു ലം യുനഹ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ച അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ട ഒരാൾ അങ്ങനെ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ടിട്ട് ഒരാൾ അങ്ങനെ ചെയ്തിട്ടില്ല, പിന്നെ എന്റെ മേലെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. വഇദാ മുത്തു ഫദ്ഫുനൂനി ബിഅർദിൻ ലാ തശ്ഉറു ബിദഫ്നി ബക്കർ ബിൻ വായിൽ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ മറമാടേണ്ടത് ബക്കർ ബിൻ വായിലിന് അറിയാത്ത ഒരു സ്ഥലത്തായിരിക്കണം എന്നെ മറമാടേണ്ടത്. ഫഇന്നി കുൻതു ഉഗാഫിലഹും ഫിൽ ജാഹിലിയ്യ, ഞാൻ അവരെ ബക്കർ ബിൻ വായിലിനെയും അവരുടെ ഗോത്രത്തെയും എല്ലാം ഞാൻ ജാഹിലിയത്തിൽ അവഗണിക്കാറും പലതരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സഹാബി പറയാണ്. അതായത് ഈ സഹാബി ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ബക്കർ ബിൻ വായിൽ എന്നുള്ള വ്യക്തിയുടെ കുടുംബമോ ഗോത്രമൊക്കെ ആയിട്ട് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെ പല രീതിയിൽ ഉപദ്രവിക്കുകയോ അവഗണിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോ മരണപ്പെട്ടതിന് ശേഷം എന്റെ ഖബർ ഇന്ന സ്ഥലത്താണെന്ന് അറിഞ്ഞ് എന്റെ ഖബറിനെ അവർ എന്തെങ്കിലും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സഹാബി പറയാണ്, അവർക്ക് അറിയാത്ത ഒരു സ്ഥലത്തായിരിക്കണം എന്റെ ഖബർ നിങ്ങൾ ദഫൻ ചെയ്യേണ്ടത്, മറമാടേണ്ടത് എന്ന് സഹാബി പറയാണ്. നമ്മുടെ ഈ ഭാവവുമായി ബന്ധപ്പെട്ടുള്ളത് ഈ സഹാബി അവസാനം കൊടുത്ത വസിയത്തിൽ മക്കളുടെ വിഷയത്തിൽ മക്കളോട് പറയാണ്, നിങ്ങളിൽ ഏറ്റവും പ്രായമുള്ള ആളെ വേണം നിങ്ങൾ നേതാവാക്കി വെക്കാൻ, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും ഏറ്റവും ഹൈറായിട്ടുള്ളതും. പ്രായം കുറഞ്ഞ ആളുകളെ നേതാവാക്കി വെക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്, ഒരു കുറവാണ് എന്നുള്ള നിലക്ക് ഈ സഹാബി അറിയിക്കുകയാണ്. അപ്പോൾ പ്രായമായവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ ഇവിടെ അവസാനിച്ചു. അടുത്ത ബാബ് കുട്ടികളുമായി ബന്ധപ്പെട്ടാണ്.
ബാബു യുഅ്താ അസ്സമറത അസ്ഗറ മൻ ഹദറ മിനൽ വിൽദാൻ. എന്തെങ്കിലും പഴമോ മറ്റോ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ സദസ്സിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും ചെറിയ കുട്ടിക്കാണ് പിന്നെ അത് നൽകേണ്ടത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രീതിയായിരുന്നു. عن أبي هريرة رضي الله عنه قال كان رسول الله صلى الله عليه وسلم إذا أتي بالزهو. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സഹ്വ് ഒരു തരം പഴമാണ്, ഒരു കായ്ക്കനിയാണ് അന്ന് ലഭിച്ചിരുന്ന നല്ല രുചിയുള്ള ഒരു കായ്ക്കനിയാണ്. അത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആളുകളുടെ മുമ്പിലൊക്കെ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖാല അവിടുന്ന് പറയുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിനാ, അല്ലാഹുവേ ഞങ്ങളുടെ മദീനയിൽ നീ ബറക്കത്ത് ചൊരിയണമേ, അഥവാ കായ്ക്കനികൾ ഉണ്ടാകുന്നതിലും കൃഷിയിലുമെല്ലാം. അതുപോലെ വമുദ്ദിനാ വസാഇന, മുദ്ദ് എന്ന് പറഞ്ഞാൽ റുബഉ സാ, ഒരു സാഇന്റെ 4/1 മുദ്ദ്. ഒരു സാ നമ്മുടെ നാട്ടിൽ 2-3 കിലോന്റെ അടുത്ത് അളവ് പാത്രങ്ങളാണ്, അന്നത്തെ അളവ് പാത്രങ്ങളാണ്. അപ്പൊ മുദ്ദിനും സാഇനും എല്ലാം റബ്ബെ അതിൽ ബർക്കത്ത് ചൊരിയണമേ എന്ന് പറഞ്ഞു, ഞങ്ങളുടെ അളവ് എടുക്കുന്നതിൽ ബറക്കത്ത് ചൊരിയണമേ എന്ന് പറഞ്ഞു. ബറക്കത്തൻ മഅ ബറക്കത്തിൻ, ബറക്കത്തിന്റെ മേലെ ബറക്കത്തുകൾ നീ അതിൽ ചൊരിയണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ثم ناوله أصغر من يليه من البلدان. എന്നിട്ട് കിട്ടിയ പഴം അവിടെ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും ചെറിയ ആൾക്ക് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊടുക്കുകയുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ലുത്ഫാണ്, ഒരു അനുകമ്പ, ഒരു പിന്നെ എന്താണ് പറയുക, കാരുണ്യം കാണിക്കല. കാരണം കുട്ടികളായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളോട് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുക. അപ്പൊ അവിടെയുള്ള സമയത്ത് അവിടെ പ്രായമുള്ള ആൾക്ക് അത് കൊടുക്കുന്നതിനേക്കാൾ നല്ല എന്താണ് അവിടെയുള്ള ആ കുട്ടികളിൽ ചെറിയ ആൾക്ക് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ ആ കുട്ടികൾക്ക് ആഗ്രഹം തോന്നുന്ന കാര്യങ്ങൾ അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ, കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ അതിലേറ്റവും പ്രായം കുറഞ്ഞ ആളുകൾക്ക്, ചെറിയ കുട്ടികൾക്ക് അത് കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള കാര്യവുമാണ്. അടുത്ത ഹദീസ് കുറച്ച് വലുതാണ് ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ള ഹദീസുകൾ അടുത്ത ദർസിൽ നോക്കാം. ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരോട് കാണിക്കേണ്ട ഒരു കൃപയും കാരുണ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ബാബുകളാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.